ഹായ് ഹലോ മക്കളെ, നമ്മളുടെ 5ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ 5ാം ക്ലാസ്സിൽ നമ്മളുടെ ഈ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ ചാപ്റ്റർ 8 ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. അപ്പോ ഇതിനകത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? മോർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ് കാണുമ്പോൾ ഒരു ബുക്കും പേനയുമായിട്ട് വേണം ഇരിക്കാനായിട്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഉടനെ തന്നെ ആൻസേഴ്സ് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇങ്ങനെ വരട്ടെ കേട്ടോ. എന്താ പറയാ, മഴ പോലെ എന്ത് ചെയ്യണം? ആൻസേഴ്സ് ഇങ്ങനെ പെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. When a container of milk was divided among 5 people, each person got 3/5 liters. Find how many liters of milk there were in total. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു പാത്രത്തില് കുറച്ച് പാൽ എടുത്തിട്ടെ അത് നമ്മൾ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് 3/5 ലിറ്റർ വീതമാണ് ഓരോരുത്തർക്കും കിട്ടിയത്. എന്താണ്? 3/5 ലിറ്റർ വീതം ഓരോരുത്തർക്കും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ലിറ്റർ പാൽ ഉണ്ടായിരുന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം എഴുതാലോ? യെസ്, ഞാൻ അപ്പുറത്തെ പേജിലേക്ക് ഒന്ന് മാറ്റി എഴുതുവാണ്. 3/5 ആണ് ഓരോരുത്തർക്കും കിട്ടിയത്. 3/5 ഓക്കെ ആണല്ലോ. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അത് നമ്മൾ എത്ര പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ സംഖ്യ എപ്പോഴും എവിടെ വരണം? ഡിനോമിനേറ്ററിൽ വരണം അല്ലേ? അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് എത്രയാണ്? 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നാണ് വന്നിരിക്കുന്നത്. എന്താണ്? 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു ഇവിടെ? 3 ലിറ്റർ പാലല്ലേ ഉണ്ടായിരുന്നത്? 3 ലിറ്റർ പാല് നമ്മൾ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് 3/5 ലിറ്റർ വീതം കിട്ടുന്നത്. ഓക്കെ ആണോ? 3/5 ലിറ്റർ വീതം കിട്ടുന്നത്. ഓക്കെ ആണോ? പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ? എന്താണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്കിതൊരു ഇക്വേഷൻ ആക്കി മാറ്റാം. യെസ്, ടോട്ടൽ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ടി എന്ന് പേര് കൊടുക്കും. എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ടി എന്ന് പേര് കൊടുക്കും. ഓക്കെ, ഇത് നമ്മൾ എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു? 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോ നമ്പർ ഓഫ് പേഴ്സൺസ്, ആളുകളുടെ എണ്ണം. എത്ര പേരുണ്ടായിരുന്നടാ ഇവിടെ? 5 പേരുണ്ടായിരുന്നു അല്ലേ? ഓരോരുത്തർക്കും കിട്ടിയതോ? ഈച്ച് ഗോട്ട് എത്രയാണ് കിട്ടിയത്? 3/5 ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് അടയാളപ്പെടുത്തി വച്ചതുമാണ് അല്ലേ? 3/5 ലിറ്റർ ആണ് ഓരോരുത്തർക്കും കിട്ടിയത്. അപ്പൊ ഞാൻ എഴുതി 3/5. അപ്പൊ നമുക്ക് എഴുതാലോ, ടോട്ടലിനെ 5 പേർക്കായിട്ട് വീതിച്ചപ്പോൾ ഒരാൾക്ക് 3/5 ലിറ്റർ കിട്ടി. ഓക്കെ, ടോട്ടലിനെ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3/5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോടാ? നമ്മള് ഈ ടീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ഡിവൈഡഡ് ബൈ 5 ഇല്ലേ, അവനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. എന്താണ്? ഡിവൈഡഡ് ബൈ 5നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ ഡിവിഷൻ ആയിരുന്ന ആള് അപ്പുറത്തേക്ക് വരുമ്പോഴേ മൾട്ടിപ്ലിക്കേഷൻ ആകും. അതായത് therefore T is equal to, ഓൾറെഡി അപ്പുറത്ത് 3/5 ഉണ്ട്, ഇവിടെ നിന്ന് ഡിവൈഡഡ് ബൈ 5 അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇൻറ്റു 5 ആയി മാറും. അതായത് മുകളിൽ നിന്നും താഴെ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും നമുക്ക് 5നെ വെട്ടിക്കളഞ്ഞാൽ ആൻസർ എത്ര കിട്ടൂടാ? 3 ലിറ്റേഴ്സ് എന്ന് കിട്ടത്തില്ലേ? അതായത് 3 ലിറ്റർ പാലാണ് ഇവിടെ ഉണ്ടായത്. ഈ 3 ലിറ്റർ പാലാണ് 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഒരാൾക്ക് 3/5 ലിറ്റർ കിട്ടി. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ആൻസർ കിട്ടും, പക്ഷെ നമുക്ക് സ്റ്റെപ്പ് വേണോ അല്ലേടാ? അപ്പൊ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെയാണിത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? യെസ്. അപ്പോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ശ്രദ്ധിച്ചേ, ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇഫ് 9 pens are divided among 4 people, 9 പേനകളുണ്ട്, 4 പേരും ഉണ്ട് അല്ലെ? 9 പേനകൾ 4 പേർക്കായി തുല്യമായി വീതിച്ചു കൊടുത്താൽ how many pens will each person get? ഓരോരുത്തർക്ക് എത്ര പേന കിട്ടും? And how many persons will there be left over? എത്ര പേന എന്താണ് മിച്ചം വരും അല്ലെ? How many pens will there be left over? എത്ര പേനകൾ മിച്ചം വരും എന്നും കണ്ടുപിടിക്കണം. ഓരോരുത്തർക്ക് എത്ര പേന കിട്ടും എന്നുള്ളതും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് കണ്ടുപിടിക്കാലോ. 9 divided by 4, ടോട്ടൽ നമ്പർ ഓഫ് പെൻ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് ഈസ് ഈക്വൽ ടു 9. നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര ആളുകൾ ഉണ്ട് ഇവിടെ? നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 9 പേനകൾ, 4 ആളുകൾ. 4 ആണെന്ന് കൊടുക്കാലോ. നമ്പർ ഓഫ് പേഴ്സൺസ് 4 ആണ്. therefore each one get 9 divided by 4.
9/4 ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 9/4 9 divided by 4. 9 എത്ര പ്രാവശ്യം 4 എടുക്കാൻ പറ്റും? 1 2 പ്രാവശ്യം എടുക്കുക അല്ലെ. 2 എടുത്തു. 2 × 4 8 റിമൈൻഡർ എന്ത് വന്നടാ? റിമൈൻഡർ 1 വന്നല്ലേ. 1 നമുക്ക് ബാക്കി വന്നു. അതായത് 2 പേർക്ക് നമുക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യാം. 2 പേർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യാം. ലെഫ്റ്റ് ബാക്കി വരുന്നത് എത്രണ്ണമാണ്? ഒരു പേന ബാക്കി വരികയും ചെയ്യും. പിടികിട്ടുന്നുണ്ടോ? ഇവിടുത്തെ റിമൈൻഡർ ആണ് നമുക്ക് ബാക്കി വരേണ്ട ആ ഒരു പേനയുടെ എണ്ണം. ഓക്കെ ആണോ? പേനയുടെ എണ്ണം 1 ബാക്കി ഒരെണ്ണം വരും. 2 പേർക്ക് നമുക്ക് 4 പേന വീതം കൊടുക്കാനും പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 62 rupees are divided equally among 6 people. 62 രൂപ നമ്മളുടെ ഉണ്ട്. നമുക്കിത് 6 പേർക്കായിട്ട് വീതിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? How much will each person get? How much will be left over? മിച്ചം എത്ര രൂപ ഉണ്ടാകുമെന്നും നമുക്ക് കണ്ടുപിടിക്കണം. എന്താ നമ്മൾ ആദ്യം ചെയ്യുക? എല്ലാവരുടെയും മനസ്സിലേക്ക് ഐഡിയ വരട്ടെ. ആദ്യം ടോട്ടൽ എത്ര രൂപ ഉണ്ടായിരുന്നുള്ള കാര്യം എഴുതാം. എത്ര പേരുണ്ടായിരുന്നുള്ള കാര്യം സ്റ്റെപ്പ് ആക്കി നമുക്ക് എഴുതാലോ? യെസ്, ടോട്ടൽ എമൗണ്ട്, ആകെ രൂപ എത്രയായിരുന്നു ആകെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്? 62 രൂപയാണ്. 62 rupees ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇനി നമ്പർ ഓഫ് പേഴ്സൺസ് ആണെങ്കിലോ, നമ്പർ ഓഫ് പേഴ്സൺസ് ഈസ് ഈക്വൽ ടു ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര പേരായിരുന്നു? 6 പേരും 62 രൂപയും. 6 പേരാണ് നമുക്ക് ഇവിടെ മൊത്തത്തിലുള്ളത്. ഓക്കെ, therefore each one get, ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയായിരിക്കണം? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 62നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടേടാ? 62നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാലോ. 62/6. എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഡിവിഷൻ ആണിത്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. 1 ടൈം പോവും. 1 × 6 6 കൊടുത്തു, 0 വന്നു, 2 ഇറക്കി എഴുതി അല്ലെ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ ചെറിയൊരു പ്രശ്നം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഊഹമില്ല. 2 പോകത്തില്ല അല്ലെ. 2 എന്തായാലും അതിനകത്ത് പോകില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മള് 0 കൊടുക്കണം. എന്താണ്? 0 ആണ് കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ 6 × 10 60. ഇനി വീണ്ടും ഒരു 6 എടുക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ 2 റിമൈൻഡർ വരുന്നു, 10 ആൻസർ. അല്ലെങ്കിൽ നമ്മുടെ 10 ആണ് ഇവിടുത്തെ എന്തായിട്ട് വരേണ്ടത്? ആൻസർ ആയിട്ട് വരേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? സോ 10 ആണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. 10 രൂപ 10 rupees ഓരോരുത്തർക്കും കിട്ടും. 10 രൂപ വീതം ഓരോരുത്തർക്കും കിട്ടും. എത്ര രൂപ മിച്ചം വരും? 2 രൂപ നമുക്ക് ലെഫ്റ്റ്. മിച്ചം വരുന്നത് 2 rupees ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇനി നമ്മളൊന്ന് എടുത്തു നോക്കി. 10 രൂപ വീതം 6 പേർക്ക് കൊടുത്തു. അപ്പൊ 60 രൂപയായല്ലോ. 2 രൂപ മിച്ചവും വന്നു. മൊത്തം 62 രൂപയായില്ലേ? പിടികിട്ടിയോ? ഈ ഡിവിഷൻ മെജോറിറ്റി ആൾക്കാരും തെറ്റിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. 62 അല്ലെങ്കിൽ 60 വരുന്ന രീതിയിൽ ഓർത്താലും മതി. 10 × 6 ചെയ്താൽ 60 ആണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്താലും മതി. നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. When a certain amount of petrol was poured into 7 bottles. അപ്പോ നമ്മൾ കുറച്ച് പെട്രോൾ വാങ്ങിച്ചിട്ട് 7 കുപ്പികളിലേക്കായിട്ട് പകർത്തി ഒഴിക്കുകയാണ് കേട്ടോ. 1 2 3 4 5 6 7. കണ്ടോ? 7 കുപ്പികളിലേക്ക് നമ്മൾ പകർത്തി ഒഴിച്ചേ. ഇങ്ങനെ പകർത്തി ഒഴിച്ചു കഴിഞ്ഞപ്പോ each bottle contained 6 liters. അങ്ങനെ നമ്മൾ ഒഴിച്ച സമയത്ത് ഓരോ കുപ്പിയിലും 6 ലിറ്റർ വീതം നമുക്ക് കാണാൻ സാധിച്ചു. എത്രയാണ്? ഓരോ കുപ്പിയിലും 6 ലിറ്റർ വീതം നമുക്ക് പെട്രോൾ ഉണ്ട് കേട്ടോ. 6 ലിറ്റർ വെച്ചിട്ട് എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും 6 ലിറ്റർ വീതം പെട്രോൾ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ how many liters of petrol were there in total? അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ലിറ്റർ പെട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു? അതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? 7 കുപ്പികളിലേക്ക് മാറ്റിയപ്പോൾ ഓരോ കുപ്പിയിലും 6 ലിറ്റർ പെട്രോൾ വന്നെങ്കിൽ മൊത്തം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പെട്രോളിന്റെ അളവ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാം നമുക്ക് എന്നാ? ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റിനെ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ടി എന്ന് കൊടുക്കുവാണേ. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ എന്ത് കൊടുക്കാം? നമുക്ക് ടി എന്ന് കൊടുക്കാവേ. ടി എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികളുണ്ട്? നമ്പർ ഓഫ് ബോട്ടിൽസ്. നമ്പർ ഓഫ് ബോട്ടിൽസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി quantity of petrol in each bottle. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പെട്രോൾ ഉണ്ടെന്നാ പറഞ്ഞേ? 6 ലിറ്റർ. അപ്പൊ ഉടനെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണേ. മൊത്തം
നമ്മളുടെ കയ്യിലുള്ള പെട്രോളിനെ നമ്മൾ എത്ര 7 കുപ്പികളിലേക്ക് മാറ്റിയാൽ ഓരോ കുപ്പിയിലും 6 ലിറ്റർ പെട്രോൾ വീതം വരും. ഒന്നുകൂടി ശ്രദ്ധിച്ചേടാ. മൊത്തം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അറിയാൻ പാടില്ല, നമ്മൾ ടി എന്ന് പേര് കൊടുത്തു. അതിന് നമ്മൾ 7 കുപ്പികളിലേക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരു കുപ്പിയിൽ 6 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ therefore T is equal to എന്ത് വരണോടാ? ഈ ഡിവൈഡ് ബൈ 7 മുകളിലേക്ക് പോയാൽ മൾട്ടിപ്ലൈഡ് ബൈ 6 ആകുന്നു. സോ 7 into 6 ഡിവൈഡ് ബൈ 7 പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഡിവിഷൻ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുമെന്ന് ഓർക്കാം. സോ 7 ഇവിടത്തപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയി. 7 into 6 that is equal to 42. 42 ലിറ്റർ ആണ് നമുക്ക് എന്ത് വരേണ്ടതാ? നമ്മളുടെ പെട്രോളിന്റെ മൊത്തം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് 42 ലിറ്റർ. 42 ലിറ്റർ ആണ് നമ്മളുടെ പെട്രോളിന്റെ മൊത്തം ക്വാണ്ടിറ്റി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, സോ നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതിലും ഗംഭീര ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേടാം. When a certain meter of ribbon was divided equally among 7 people. നമുക്കറിയില്ല എത്രയോ മീറ്റർ നീളമുള്ള ഒരു റിബൺ, അതിനെ നമുക്ക് 7 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ വീതിച്ചപ്പോൾ each person got 2 3/7 meters. എത്ര കിട്ടിയടാ ഓരോരുത്തർക്കും? 2 3/7 മീറ്റർ ഓരോരുത്തർക്കും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ how many meters of ribbon were there in total? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? നമ്മൾ ഇപ്പൊ ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ചെയ്യാനോ നമുക്ക് എന്നാ? ഓക്കെ, അപ്പോ നമുക്ക് ടോട്ടൽ അറിയാൻ പാടില്ല. അതിന് എത്ര പേർക്കാ വീതിക്കുന്നേ? 7 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കണം. ഓരോരുത്തർക്കും 2 3/7. അപ്പൊ നമുക്ക് വീതിക്കാലോ? യെസ്, ടോട്ടൽ ബൈ 7 ഈസ് ഈക്വൽ ടു 2 3/7. 2 3/7 നമ്മൾ കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബൈ 7 ഈസ് ഈക്വൽ ടു, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ആ മിക്സഡ് ഫ്രാക്ഷനെ മാറ്റണം. എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുക? 7 into 2 that is 14. ആ 14 കൂടെ 3 ആഡ് ചെയ്യണം. സോ 2 into 7 plus 3 divided by 7. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാലോ. T by 7 is equal to 7 into 2 14 ആണ്. 15 16 17. 17/7 എന്നാണ് നമുക്ക് എന്ത് കിട്ടാം? അപ്പുറത്ത് ഫ്രാക്ഷൻ കിട്ടാം അല്ലെ? ഇനി T കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? Therefore T is equal to, ഈ ഡിവൈഡഡ് ബൈ 7 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവൂടാ? മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 17/7 into 7. മൾട്ടിപ്ലിക്കേഷൻ ആവൂലേ അപ്പുറം ചെല്ലുമ്പോ? ആകും. ഇനി എന്താ ഇവിടെ മാറ്റം ഉണ്ടാവുക? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ ഇവന്മാരെ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അപ്പോ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാം അല്ലെ? 2 7 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ എത്രയായിരുന്നു? ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ മീറ്റേഴ്സ് ആണ്, ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. എത്ര മീറ്റർ ആണ് എന്നുള്ളത് എന്റെ മക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആക്ച്വലി കിട്ടിക്കഴിഞ്ഞു നമുക്ക് ആൻസർ. ഇനി അതങ്ങനെ എന്ത് ചെയ്താൽ മതി? കമന്റ് ചെയ്താൽ മാത്രം മതി. എന്റെ മക്കൾ കൃത്യമായിട്ട് എത്ര മീറ്റർ ആണ്, ഇത്ര മീറ്റർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം കേട്ടോ. എത്ര മീറ്റർ ആണ് എന്നുള്ളത് എന്റെ മക്കള് താഴെ കമന്റ് ചെയ്യുക. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യുമല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അവസാന ക്വസ്റ്റ്യൻ ആണ്, 6ാമത്തെ ക്വസ്റ്റ്യനുമാണ്. നോക്കാം. യെസ്, if 12 kg of sugar is filled into 5 packets. 12 കിലോ പഞ്ചസാര ഉണ്ട്, അത് 5 പാക്കറ്റുകളിൽ ആക്കണം. അങ്ങനെയാണെങ്കിൽ how many kilogram of sugar will be in each packet? ഓരോ പാക്കറ്റിലും എത്ര കിലോ പഞ്ചസാര ഉണ്ടാകുമെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ അല്ലെ? എന്ത് ചെയ്യണം? ടോട്ടൽ 12 ആണ്. ആ 12നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? 12/5. നമുക്കറിയാം 12 എന്ന് പറയുന്ന 5ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്തായാലും റിമൈൻഡർ വരും. എത്ര ടൈംസ് പോകൂടാ? 2 ടൈംസ് പോകുന്നു. 2 into 5 10 ആണ്. റിമൈൻഡർ 2 കിട്ടുന്നു. ഉടനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 2 ആണ് എഴുതേണ്ടത് അല്ലെ? പിന്നെ റിമൈൻഡറും അതേപോലെ തന്നെ എന്ത് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്തേ ആ 5 എടുത്തിട്ട് നമ്മൾ ഫ്രാക്ഷൻ ആകണം അല്ലെ? അപ്പൊ 2 2/5 എന്ന് വരുന്നു. 2 2/5 ആണ് നമുക്ക് ഫൈനലി കിട്ടേണ്ട ആൻസർ. അപ്പൊ 2/5 കിലോഗ്രാം പഞ്ചസാര നമ്മളുടെ ഓരോ പാക്കറ്റുകളിലും നമുക്ക് ഉണ്ടാവും. എത്രയാടാ? 2 2/5 കിലോഗ്രാം ഷുഗർ ഇൻ
ഈച്ച് പാക്കറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിച്ച് ഈ വീഡിയോയുടെ താഴെയായിട്ട് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ. ആൻഡ് നമ്മളുടെ ഫ്രാക്ഷൻസിലെ ഓൾമോസ്റ്റ് നല്ല കിടിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അടിപൊളിയായിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ എന്താണ് ഈ ക്രിസ്മസ് എക്സാമിന് ഒരൊറ്റ മാർക്ക് പോലും കളയാൻ പാടില്ല ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. അപ്പോ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.